Hello everyone, welcome to CWJ Malayalam channel. ഇന്ന് IBPS RRB ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB PO അല്ലെങ്കിൽ ഓഫീസർ സ്കെയിൽ എക്സാം കഴിഞ്ഞ വർഷത്തെ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആണ്. ഓക്കെ, ആ മോക്ക് ടെസ്റ്റ് പോലെയല്ല, ഇന്ന് നമ്മൾ ആ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 2020 RRB ഓഫീസർ സ്കെയിലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ദർ ആർ 10 people queue to set sitting in a line facing towards the നോർത്ത്. ഓക്കെ, അപ്പോൾ ഫേസിങ് ടുവേർഡ്സ് നോർത്ത് ആണ്. എല്ലാവരും എന്താണ്, നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. എത്ര ആൾക്കാരാണ് ടോട്ടലി ഉള്ളത്? 10 ആൾക്കാരാണ്, ക്യൂ മുതൽ സെറ്റ് വരെ. ഓക്കെ, സോ നമ്മൾക്ക് രണ്ട് കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. എന്തായാലും രണ്ട് കേസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 10 ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 2 3 4 5 6 7 8 9 10 എല്ലാവരും എന്താണ്, നോർത്ത് തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് രണ്ട് കേസ് അപ്പം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് കേസും ഓൾറെഡി വരച്ച് വെക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ ഫസ്റ്റ് ഇത് പറയുന്നത് വി ഈസ് സിറ്റിംഗ് ഫോർത്ത് ഫ്രം ദ റൈറ്റ് എൻഡ്. ഓക്കെ, റൈറ്റ് എൻഡിലത്തെ ഫോർത്ത് എന്നാണ്, റൈറ്റിന്ന് നാലാമത്തതാണ് ആര്, വി എന്ന് പറയുന്നത്. സോ ഇതാണ് റൈറ്റ് എൻഡ്, ഇതാണ് ലെഫ്റ്റ് എൻഡ് അല്ല. അപ്പോൾ റൈറ്റ് എൻഡിലത്തെ ഫോർത്ത് എന്ന് പറയുന്നത് 1 2 3 4. അപ്പോൾ ഇവിടെയാണ് വി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കേസിലും അത് കൊടുക്കുക, 1 2 3 4. അപ്പോൾ ഇതാണ് വി. ഇനി പറയുന്നത് ആൻഡ് ഓൾസോ ദർ ഇസ് 1 person സിറ്റിംഗ് ബിറ്റ്വീൻ വി ആൻഡ് എക്സ്. അപ്പോൾ വിൻ്റെയും എക്സിൻ്റെയും ബിറ്റ്വീനിൽ എത്ര ആളുണ്ട്? ഒരാളാണുള്ളത്. അപ്പോൾ ഒരു കേസ് എന്ന് പറയുന്നത് ഈ കേസിൽ വിയും എക്സും തമ്മിൽ ഒരാൾ, ഇയാളാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്, എക്സിന് ഇവിടെ വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം വിയുടെ റൈറ്റ് സൈഡിലും വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിലും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് രണ്ട് കേസ്. ഓക്കെ, സോ വിൻ്റെയും എക്സിൻ്റെയും ഇടയിൽ ഒരാളാണ്. എസ് ഇസ് സിറ്റിംഗ് ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് വി. അപ്പോൾ ഫോർത്ത് ഫ്രം ദി ലെഫ്റ്റ് ഓഫ് വി, അതായത് വിയുടെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ്, ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ 1 2 3 4 ഇവിടെ ആരാ ഉള്ളത്, എസ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 1 2 3 4. So S is sitting fourth from the left of V. U and S are not sitting next to each other എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യുയും എസും എന്ത് ചെയ്യില്ല, ഒരിക്കലും അടുത്തടുത്ത് വരില്ല. അതായത് ഇവിടെ കണ്ടോ, ഈ രണ്ട് ഇതും ഇതും ഇവിടെ രണ്ടാളും ആര് വരില്ല, യു വരില്ല. എസിൻ്റെ തൊട്ടടുത്ത് അങ്ങോട്ടാണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും എസിൻ്റെ അടുത്ത് ആര് വരില്ല, യു വരില്ല. യു ആൻഡ് എസും ഒരിക്കലും അടുത്തടുത്ത് ഇരിക്കില്ല. അപ്പോൾ ഈ കേസിലാണെങ്കിലും ഇവിടെ ഈ രണ്ട് ആൾക്കാരും ആരായിരിക്കില്ല, യു ആയിരിക്കില്ല. ഓക്കെ, സോ യു ആയിരിക്കില്ല, അതാണ് തെറ്റിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദർ ആർ ആസ് മെനി പീപ്പിൾ സിറ്റിംഗ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് എസ് ആസ് ആർ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് ഓഫ് ക്യൂ. അതായത് എസിൻ്റെ ലെഫ്റ്റിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അതേ അത്ര നമ്പർ ഓഫ് ആൾക്കാർ തന്നെയാണ് ക്യൂവിൻ്റെ റൈറ്റിലും ഇരിക്കുന്നത്. അതായത് എസിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കേസിൽ എസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ആൾക്കാരാണ്, 1 2 ഇതല്ലേ, 1 2 എസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത്ര ആൾക്കാർ തന്നെയാണ് ആരുടെ റൈറ്റ് സൈഡിലിരിക്കുന്നത്, ക്യൂവിൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്യൂ എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും ക്യൂ. കാരണം ഉണ്ട്, ക്യൂവിൻ്റെ റൈറ്റ് സൈഡ് ഇത് ക്യൂ ആണെങ്കിൽ ക്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര ആൾക്കാരേ ഉള്ളൂ, 1 2 എക്സും പിന്നെ ഏതോ അൺനോൺ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിലും എസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ 1 2 എത്ര ആൾക്കാരുണ്ടോ, 2 ആൾക്കാരാണുള്ളത്. അപ്പം 2 ആൾക്കാരായിരിക്കണം, 2 ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആരുടെ റൈറ്റ് സൈഡിൽ, ക്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ എഗെയിൻ ക്യൂ എവിടെയായിരിക്കും വരിക, ക്യൂ ഇവിടെയാണ്. കാരണം ക്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ 1 2 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ആർ ഹു ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു എസ് നെക്സ്റ്റ് ടു എക്സ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ സിറ്റിംഗ് ഓൺ ദ സെക്കൻഡ് ടു റൈറ്റ് ഓഫ് ക്യൂ. ഈ കേസ് അവിടെ നിൽക്കട്ടെ, കണ്ടീഷൻ ഇവിടെ നിൽക്കട്ടെ. ആർ ഹു ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു എക്സ്. അപ്പോൾ ആർ എന്ന് പറയുന്ന ആൾ
ആറിൻ്റെ അടുത്ത് ഇരിക്കില്ല, എക്സിൻ്റെ അടുത്ത് ഇരിക്കില്ല. ആർ എന്ന് പറയുന്ന ആൾ എക്സിൻ്റെ അടുത്ത് ഇരിക്കില്ല. ബട്ട് ആർ എന്തായിരിക്കും, ഈ സിറ്റിംഗ് ഓൺ ദ സെക്കൻഡ് റൈറ്റ് ഓഫ് ക്യൂ ആണ്, സെക്കൻഡ് റൈറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 2. അപ്പോൾ ഇവിടെയാണ് ആറ്. അതേപോലെ ഇവിടെ 1 2, ഇവിടെയാണ് ആറ്, സെക്കൻഡ് റൈറ്റ് ഓഫ് ക്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആറ് എക്സിൻ്റെ അടുത്ത് ഇരിക്കില്ല. അപ്പം തന്നെ ഈ കണ്ടീഷൻ എന്താ, ഈ കേസ് എന്തായി, ഫോളോ ചെയ്യില്ല. മനസ്സിലായി? ബിക്കോസ് ഇവിടെ ആറിൻ്റെ അടുത്ത് ആരാണ്, എക്സ് ആണ് അല്ലേ. പക്ഷെ ഇവിടെ എന്തില്ല, ഇവിടെയാണ് എക്സ് ഉള്ളത്, ഇവിടെയാണ് ആറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ദർ ആർ ഏതാണ്, ആർ ഹു ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു എക്സ്. അപ്പോൾ ആർ എന്ത് ചെയ്യില്ല, എക്സിൻ്റെ അടുത്ത് ഇരിക്കാത്ത ഒരാളാണ് ആര്, ആർ എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് റൈറ്റ് ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഈ കേസ് നോക്കൂ, ക്യൂവിൻ്റെ സെക്കൻഡ് റൈറ്റ് ആണ്, ക്യൂവിൻ്റെ 1 2 സെക്കൻഡ് റൈറ്റ് ആണ്. പക്ഷേ ആറിൻ്റെ അടുത്ത് ആരില്ല, എക്സ് ഇല്ല. പക്ഷേ ഈ കേസിലാണെങ്കിൽ ആറിൻ്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് എന്താവും, ഫെയിൽ ആവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ദർ ആർ 3 people between R and T. ആറും ടിയും തമ്മിൽ 1 2 3. അപ്പോൾ ഇതാണ് ടി. ഓക്കെ, ആറും ടിയും തമ്മിൽ ഇൻ ബിറ്റ്വീൻ 3 ആൾക്കാരാണ്. W is sitting on the immediate left of Y. W എന്ന് പറയുന്നത് immediate left of Y. അപ്പോൾ ഇവിടെ മാത്രമേ ചാൻസ് ഉള്ളൂ അല്ലേ, വൈയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ W. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരല്ല എന്ന് പറയുന്നുണ്ട്, യു അല്ല. അതാണ് നമ്മളിവിടെ തെറ്റിട്ടത്, യു അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാ ഇനി ബാക്കിയുള്ളത്, Z ആണ് അല്ലേ. ക്യൂ മുതൽ സെറ്റ് വരെയുള്ള ആൾക്കാരെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ബാക്കി ആരാളുള്ളത്, സെറ്റ് ആണ്. അപ്പോൾ യു എവിടെയായിരിക്കും, യു ഇവിടെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും യു വരിക. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഓൾ ആർ ഫേസിങ് നോർത്ത്. ഓക്കെ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്, ഫൈനൽ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു എമംഗ് ദ ഫോളോയിങ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സെറ്റ്. ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സെറ്റ് ആരാണ്, എക്സ്. ഓപ്ഷൻ നമ്പർ ഇ. ഓപ്ഷൻ ഇ ആണ്, എക്സ് ആണ് ആൻസർ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സെറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ വൈ ആൻഡ് യു. വൈൻ്റെയും യുവിൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരുണ്ട്, 1 2 3 4 5 6. 6 ആണ് ആൻസർ. നോക്കൂ, ഇതാണ് അല്ലേ, ഇത് വൈ, ഇത് യു. വൈൻ്റെയും യുവിൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരുണ്ട്, 1 2 3 4 5 6 ആണ്. ഇനി നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ കറക്റ്റ് ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഫോർമേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എക്സ് തേർഡ് റൈറ്റ് ഓഫ് ക്യൂ, അങ്ങനെയാണോ നോക്കുക, ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് ആണോ എക്സ്, അല്ല. സോ നെക്സ്റ്റ് വൺ, യു ഇസ് ദ ഓൺലി നൈബർ ഓഫ് ആർ ഇൻ ദ റോ. യു ഇസ് ദ ഓൺലി നൈബർ ഓഫ് ആർ. യു ഇസ് ദ ഓൺലി നൈബർ ഓഫ് ആർ, യെസ് അല്ലേ. ഈ റോല് ആറിൻ്റെ നൈബർ എന്ന് പറയുന്നത് ആരാണ്, ആറിൻ്റെ നൈബർ എന്ന് പറയുന്നത് യു മാത്രമാണ്. ബിക്കോസ് ആറിൻ്റെ റൈറ്റ് സൈഡിൽ ആരുമില്ല. അപ്പോൾ ആറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളാണല്ലോ, ആറിൻ്റെ ഓൺലി നൈബറാണ് യു. അപ്പോൾ അത് കറക്റ്റാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. യു ഇസ് ദി ഓൺലി നൈബർ ഓഫ് ആർ ഇൻ ദി റോ. സോ നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് പൊസിഷൻ ഇസ് വി സീറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു. ഡബ്ല്യുവിനെ വെച്ച് നോക്കുമ്പോൾ വി എവിടെയാണ്, വി എന്ന് പറയുന്നത് 1 2 3 4 5 6. 6th റൈറ്റ് ആണ്, 6th റൈറ്റ് ഓഫ് W. 6th ടു ദ റൈറ്റ്, 6th ടു ദി റൈറ്റ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് സെറ്റ്. സെക്കൻഡ് റൈറ്റ് ഓഫ് സെറ്റിൽ ആരാണ്, സെറ്റിൻ്റെ സെക്കൻഡ് റൈറ്റ്, ഇതാണ് സെറ്റ്. സെക്കൻഡ് റൈറ്റ് ഓഫ് സെറ്റ് ആരാണ്, 1 2 ടി ആണ്. ടി ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സോ ഇൻ ദ വേർഡ് പ്രൊഡ്യൂസ്, ഓൾ ദ വവൽസ് ആർ ചേഞ്ച് ടു ദ നെക്സ്റ്റ് ലെറ്റർ. അപ്പോൾ എല്ലാ വവൽസും എന്താണ്, നെക്സ്റ്റ് ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഇത് ഒ എന്ന് പറയുന്നത് എന്താണ്, വവലാണ്. അപ്പോൾ ഓൻ്റെ നെക്സ്റ്റ് ലെറ്റർ പി ആണ് അല്ലേ. ഒ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് സീരീസിൽ പി ആണ്. സോ നെക്സ്റ്റ് വൺ, യു. യു ഇസ് എ വവൽ, വി. ഓക്കെ, പിന്നെ ഇ. ഇ ഇസ് എ വവൽ, എഫ്. Okay, so all the vowels are changed to the next letter and all consonants are changed to the previous letter. അപ്പോൾ എല്ലാ കോൺസണൻസും എന്താണ്, പ്രീവിയസ് ലെറ്ററിലായിട്ട് എന്താണ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺസണൻസ് പി എന്ന് പറയുന്ന കോൺസണൻസിൻ്റെ പകരം ഇനി ആരാണ്ടാവുക, അതിൻ്റെ പ്രീവിയസ് ലെറ്റർ ആരാണ്, ഒ ആണ്. ഓക്കെ, സോ അതേപോലെ ആർ.
Q, C, B. മനസ്സിലായോ? അതായത് ഓരോ വവൽസിനും വവൽസൊക്കെ മാറ്റിയിട്ട് വവൽസിൻ്റെ എന്താണ് വവൽസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വവൽസിൻ്റെ നെക്സ്റ്റ് ലെറ്റർ. അപ്പോൾ ഇവിടെ വവൽസ് എന്ന് പറയുന്നത് O ആണ്, U ആണ്, E ആണ്. അപ്പോൾ Oൻ്റെ നെക്സ്റ്റ് ലെറ്റർ P, യുവിൻ്റെ നെക്സ്റ്റ് ലെറ്റർ V ആണ്, ഇയുടെ നെക്സ്റ്റ് ലെറ്റർ ആരാണ്? F ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടി. ഇനി എല്ലാ കോൺസണൻസും നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രീവിയസ് ലെറ്റർ ആക്കണം. ഓക്കെ, സോ പിയുടെ പ്രീവിയസ് ലെറ്റർ എന്താണ്? O ആണ്. ആറിൻ്റെ പ്രീവിയസ് ലെറ്റർ എന്താണ്? Q ആണ്. പിന്നെ ഡിയുടെ പ്രീവിയസ് ലെറ്റർ C ആണ്. പിന്നെ സിയുടെ പ്രീവിയസ് ലെറ്റർ B ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റേഴ്സ് ഇസ് ഫോർത്ത് ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് ഫോർത്ത് ഏതാണ്? ഇതാണ് റൈറ്റ് സൈഡ് അല്ലേ? റൈറ്റ് സൈഡത്തെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ 1 2 3 4. ഡി ഈസ് ദി ആൻസർ. സോറി 1 2 3 4. സി ഈസ് ദി ആൻസർ. ഓക്കെ, ഈ അറേഞ്ച്മെൻറ്റിൽ നിന്ന് മാറിപ്പോവല്ലേ? ഈ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഫോർത്ത് ഫ്രം ദ റൈറ്റ് സൈഡ് ആരാണ്? സി ആണ്. സോ സി ഈസ് ദ ആൻസർ. സോ നെക്സ്റ്റ് വൺ മറ്റേ പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്. സെഗ്മെൻറ്റ് SEGMENT സെഗ്മെൻറ്റ്. അപ്പോൾ എന്താ ചോദിച്ചത്? നമ്മൾ ഹൗ മെനി സച്ച് പെയർ ഓഫ് ലെറ്റേഴ്സ്? അത് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. അപ്പോൾ എസ് കഴിഞ്ഞ TUVWX ഒന്നുമില്ല. പിന്നെ ഇ കഴിഞ്ഞ FGHI ഇല്ല, അപ്പോൾ ബാക്ക്വേർഡും ഇല്ല. പിന്നെ ജി കഴിഞ്ഞ HIJK ഇല്ല. പിന്നെ എം കഴിഞ്ഞാൽ NOP ഇല്ല, NOP ഇല്ല. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് നോക്കുക. അപ്പോൾ ഇ നോക്കുക, ഇൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക, ഫോർവേഡ് നോക്കുക, FG ഇല്ല. പിന്നെ ഇങ്ങോട്ട് ബാക്ക്വേർഡ് നിങ്ങൾ നോക്കുക, ഇയുടെ FG ദാ ഒരു പെയർ ഓഫ് ലെറ്റർ നമുക്ക് കിട്ടി അല്ലേ? ഇ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പം ഇ കഴിഞ്ഞിട്ട് F, പിന്നെ G. ഓക്കെ, പിന്നെ N, OPQRS. അപ്പോൾ എത്ര പെയർ ഓഫ് ലെറ്റർ കിട്ടി? 2 പെയർ ഓഫ് ലെറ്റേഴ്സ് കിട്ടി. മനസ്സിലായി? അപ്പം എൻ്റെയും അതേപോലെ ബാക്ക്വേർഡ് ആണ്. ബാക്ക്വേർഡിൽ N കഴിഞ്ഞിട്ട് S. ഓക്കെ, N കഴിഞ്ഞിട്ട് N 1 2 3 4 അല്ലേ? 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ S ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റാണ് നമ്മുടെ ആൽഫബറ്റ് സീരീസ് പോലെ. അപ്പോൾ എത്ര പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്? 2 പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ഒന്നും അറിയാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ പ്രീവിയസ് വീഡിയോസ് കുറേ മുമ്പ്, ഒരു 3 മാസം മുമ്പ് ഇട്ട വീഡിയോസ് ഉണ്ട് പെയർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ബേസിക്സ് ഒക്കെ. അപ്പോൾ അത് കാണുക. സോ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ്റെ ബേസിക് ക്ലാസ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇട്ടിട്ടില്ല അതിൻ്റെ ബേസിക് ക്ലാസ്, അപ്പോൾ അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പോയിന്റ് ഇ ഇസ് 5 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ എ ഇവിടെയാണ്. പോയിന്റ് ഇ എന്ന് പറയുന്നത് ഇവിടെ വരയ്ക്കാം. എ ഇവിടെയാണ്. പോയിന്റ് ഇ എന്ന് പറയുന്നത് 5 മീറ്റർ. ഓക്കെ, സോ പോയിന്റ് ഇ ഈസ് 5 മീറ്റർ ടു നോർത്ത് ഓഫ് പോയിന്റ് എ അല്ല, 5 മീറ്റർ എയുടെ നോർത്തിലാണ് ആര്? പോയിന്റ് ഇ എന്ന് പറയുന്നത്. പോയിന്റ് കെ ഇസ് 8 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ഇ. അപ്പോൾ ഇയുടെ വെസ്റ്റ് എവിടെയാണ്? ഇങ്ങോട്ടാണ്. അപ്പം 5നേക്കാളും കുറച്ച് വലുത് അല്ലേ? 8 മീറ്റർ ആണ്. സോ പോയിന്റ് കെ ഇവിടെയാണ്. പോയിന്റ് കെ ഈസ് 8 മീറ്റർ ടു ദ വെസ്റ്റ് ഓഫ് പോയിന്റ് ഇ. ദെൻ പോയിന്റ് ബി ഈസ് 3 മീറ്റർ ടു ദ നോർത്ത് ഓഫ് പോയിന്റ് പി. പക്ഷെ പി എവിടെയാണെന്ന് അറിയില്ല. പിന്നെ എന്താണ്? ഓനെ കുറിച്ച് പറയുന്നുണ്ട്. O എവിടെയാണെന്ന് അറിയില്ല. പിന്നെ സിയും എക്സും പറയുന്നുണ്ട്. അത് രണ്ടും എവിടെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾക്ക് പറയുന്ന ലാസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ നോക്കുക. പോയിന്റ് O ഈസ് 10 മീറ്റർ ടു സൗത്ത് ഓഫ് പോയിന്റ് കെ. അതായത് പോയിന്റ് കെയുടെ 10 മീറ്റർ സൗത്താണ് ആര്? പോയിന്റ് O എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെ എന്താണ്? 5 ആണ്. ഓക്കെ, 10 മീറ്റർ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ 5 ആണ്. പിന്നെ വരുന്നത് അതേപോലെ ഒന്നും കൂടി ഒരു 5. അപ്പോഴല്ലേ ടോട്ടലി 10 ആവുള്ളൂ. അപ്പോൾ അതാരാണ്? പോയിന്റ് O. സോ പോയിന്റ് O ഈസ് 10 മീറ്റർ ടു ദ സൗത്ത് ഓഫ് പോയിന്റ് കെ. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാം ഓനെ വെച്ചിട്ട് പറയുന്നതൊക്കെ നോക്കുക. പോയിന്റ് ബി ഈസ് ഓക്കെ ഇവിടെ ഈസ്റ്റ് ഓഫ് പോയിന്റ് O 8 മീറ്റർ ഈസ്റ്റ്. 8 മീറ്റർ ഈസ്റ്റ്. പോയിന്റ് ഓൻ്റെ 8 മീറ്റർ ഈസ്റ്റ്. ഓക്കെ, 8 മീറ്റർ ഈസ്റ്റ്. പോയിന്റ് ഓൻ്റെ 8 മീറ്റർ ഈസ്റ്റിലാണ് ആര്?
പി കണ്ടോ, പി കോമ വിച്ച് ഇസ് 8 മീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് പോയിന്റ് ഒ. സോ പി ആണ് ഇവിടെ ഉള്ളത്. പോയിന്റ് ബി ഇസ്, പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കൂ, പോയിന്റ് ബി ഇസ് 3 മീറ്റർ ടു ദ നോർത്ത് ഓഫ് പോയിന്റ് പി. ഓക്കെ, സോ പോയിന്റ് ബി ഇസ് 3 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് പി. അപ്പോൾ പോയിന്റ് പിൻ്റെ മുകളിൽ ഒരു 3 മീറ്റർ. ഓക്കെ, ഇത് മൊത്തത്തിൽ എത്രയാണ്? 5 ആണ്. ഇവിടെ വരെ എന്താണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ ഇവിടെ 3 മീറ്റർ. ഓക്കെ, 3 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആരാണ്? പോയിന്റ് ബി ആണ്. സോ നെക്സ്റ്റ്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർ അല്ലേ ഞാൻ വരച്ചത്? സോ പോയിന്റ് സി ഇസ് 8 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എക്സ് ആണ്. എക്സ് എവിടെയാണെന്ന് അറിയില്ല. എക്സ് എന്ന് പറയുന്നത് 10 വിച്ച് ഇസ് 10 ടു ദ ഈസ്റ്റ് ഓഫ് പോയിന്റ് ബി ആണ്. അപ്പോൾ ബിയുടെ 10 മീറ്റർ ഈസ്റ്റ് ആണ്. 10 മീറ്റർ ഈസ്റ്റ് ആണ് പോയിന്റ് എക്സ്. ഓക്കെ, പിന്നെ പോയിന്റ് സി എന്ന് പറയുന്നത് 8 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ്, ഇപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ വരെ 7 വരും അല്ലേ? 5 + 2 7 വരും. അപ്പോൾ ഒരു മീറ്ററും കൂടി. അവിടെ ആരാണുള്ളത്? പോയിന്റ് സി ആണ്, 8 മീറ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. അപ്പോൾ നോക്കൂ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് പോയിന്റ് ഒ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ഇ. അപ്പം പോയിന്റ് ഒ എവിടെയാണ്? ഇതാ ഇവിടെയാണ് പോയിന്റ് ഒ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ഇ. വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ഇ വെച്ചിട്ട് ഈ വിത്ത് റെസ്പെക്ട് ടു ഇ പോയിന്റ് ഒ എവിടെയാണ്? സൗത്തിലാണ്, പക്ഷെ സൗത്ത് വെസ്റ്റിലാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ആൻസർ? സൗത്ത് വെസ്റ്റ് ഇസ് ദി ആൻസർ. അതിൻ്റെ ഡയറക്ഷൻ എവിടെയാണ്? സൗത്ത് അല്ലേ? സൗത്ത് ആണ്, പക്ഷെ വെസ്റ്റ് ഡിറക്ഷൻ, സൗത്ത് വെസ്റ്റ് ഡിറക്ഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ്, അപ്രോക്സിമേറ്റ്. ഓക്കെ, അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിയും സിയും തമ്മിലുള്ള അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഇതാണ് ബി അല്ലേ? ഇതാണ് ബി, ഇതാണ് സി. ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചത്. സോ ഇത് നമ്മൾക്കറിയാം, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് അല്ലേ? സോ പൈത്തഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ ബേസ് സ്ക്വയർ എന്താണ്? 10 സ്ക്വയർ, ദാറ്റ് ഇസ് 100 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 8 ആണ്. സോ 64, ദാറ്റ് ഇസ് 164 ആണ്. സോ ഇത് സ്ക്വയർ ആണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ ഹൈപ്പോട്ടന്യൂസ് എച്ച് എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 164 ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 164 എന്ന് പറയുന്നത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 13 വരും അല്ലേ? കാരണം 169 ആണ് എന്ത്? 13 സ്ക്വയർ 169 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 164ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 30 എന്ന് പറയാം. സോ പൈത്തഗോറസ് തിയറം ആണല്ലോ, നമ്മൾക്ക് അറിയുന്നല്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ മാത്സ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാം, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 164. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 13 ആണ് കിട്ടുക. ഓക്കെ, സോ 13 ഇസ് ദി ആൻസർ. ഓക്കെ, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് എ. എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് എ. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ 5 മീറ്റർ കണ്ടോ, പോയിന്റ് ഈസ് നോർത്ത് ഓഫ് 5 മീറ്റർ നോർത്ത് അല്ലേ? എയിൽ പോയിന്റ് ഇ എന്ന് പറയുന്നത് 5 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എ ആണ്. സോ ദിസ് ഇസ് എ. ബി എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. അതാണ് ഞാൻ ആദ്യമേ അതിനെ 5 എന്ന് എഴുതാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എഴുതിയത്. കാരണം പിന്നെ നമ്മൾക്കത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ? കാരണം പിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തായിരിക്കും? 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ബാക്കി 2 ആണ് അല്ലേ? സോ ഇവിടെ എത്രയാണ്? 2. സോ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ്. What is the distance between point A and B? Okay, next one box based puzzle ആണ്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ ഈ പസിൽ.
ഓക്കെ 6 ബോക്സസ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഓരോന്ന് മേലേക്കായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ലോവർ മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്താണ് 6 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ത്രീ 4 5 6. അപ്പോൾ ഇതാണ് ടോപ്പ് മോസ്റ്റ് 1. ഓക്കെ, സോ ലോവർ മോസ്റ്റ് 1 ആണെന്നും ടോപ്പ് മോസ്റ്റ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രേ ബോക്സ് ഇസ് കെപ്റ്റ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഗ്രേ ബോക്സ് ആണ് ബോട്ടം മോസ്റ്റ് പൊസിഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ആരാണ്? ഗ്രേ ആണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ബോക്സ് ഇ. ബോക്സ് ഇയുടെ തൊട്ട് താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ്? ഇ ആണ്. പക്ഷേ ഏതാ കളർ നമുക്കറിയില്ല. ഓക്കെ, ഇവിടെ കളർ അറിയാം, പക്ഷെ ഏത് ബോക്സ് ആണെന്ന് അറിയില്ല. പിന്നെ ബോക്സ് ഇ എന്ന് പറയുന്നത് നൈദർ വൈറ്റ് ആണ്, നെയ്തർ വൈറ്റ് നോർ ബ്ലൂ ആണ്. അതായത് വൈറ്റും അല്ല ബ്ലൂവും അല്ല. പിന്നെ ആരാണ് ആവാൻ ചാൻസ്? നമ്മളിവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വൈറ്റ് അല്ല, ബ്ലൂ അല്ല. അപ്പോൾ ബ്ലാക്ക് ആവാം അല്ലേ? ബ്ലാക്ക് ആവാം. പിന്നെ ബ്ലൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ആവാം. പിന്നെ ഗ്രേ ആവില്ല, കാരണം ഗ്രേ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ റെഡ് ആവാം അല്ലേ? സോ വൈറ്റ് അല്ല, ബ്ലൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 3 കളേഴ്സ് ഈ ആവാൻ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റീസ് ആണ്. സോ നെക്സ്റ്റ് വൺ എ ദ ബ്ലാക്ക് ബോക്സ് ആണെന്ന് പറഞ്ഞു. എ എന്താണ്? ബ്ലാക്ക് ബോക്സ് ആണ്. അപ്പോൾ എന്തായാലും ആരല്ല? ബ്ലാക്ക്. ഈ ബോക്സ് ബ്ലാക്ക് അല്ല എന്ന് മനസ്സിലായി. ഈ ബ്ലാക്ക് അല്ല എന്ന് മനസ്സിലായി. ഈ ബ്ലാക്ക് ബോക്സ് ആണ് കെപ്റ്റ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പോൾ ടോപ്പ് പൊസിഷനിൽ ആരാണ്? എ ആണ്, ബ്ലാക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഡി ഇസ് റെഡ് ഇൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാരല്ല? ഈ റെഡ് അല്ല എന്ന് മനസ്സിലായി. അപ്പം ഈ ഗ്രീൻ കളറാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഡി ഇസ് റെഡ് ഇൻ കളർ ആൻഡ് കെപ്റ്റ് അറ്റ് ആൻ ഈവൻ നമ്പർ പൊസിഷൻ. അപ്പോൾ ഈവൻ നമ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 4. 6 എന്തായാലും വരില്ല, എ ഉണ്ട്. പിന്നെ 4 ആണുള്ളത്. പിന്നെ 2 വരില്ല, കാരണം ഇ ഓൾറെഡി ഉണ്ട്. അപ്പം ഡി എവിടെയായിരിക്കും? 4 മനസ്സിലായി. സോ ഡി ഇസ് റെഡ് ഇൻ കളറാണ്, kept at an even number position. And C is neither blue nor green and kept below D. Kept below D ആണ്. പക്ഷേ സി ആരല്ല? ബ്ലൂ അല്ല, ഗ്രീനും അല്ല. ഗ്രീൻ അല്ല മനസ്സിലായി. പിന്നെ ബ്ലൂ അല്ല. പിന്നെ ആരാ ചാൻസ് ഉള്ളത്? വൈറ്റ് ആണ് അല്ലേ? സോ സി വൈറ്റ്. ബ്ലാക്ക് പോയി. പിന്നെ അതേപോലെ ബ്ലൂ അല്ല എന്ന് പറഞ്ഞു. സി ഈസ് നൈദർ ബ്ലൂ നോർ ഗ്രീൻ. ബ്ലൂ അല്ല, ഗ്രീനും അല്ല. പിന്നെ ഗ്രേ ആയിരിക്കില്ല, റെഡും അല്ല അല്ലേ? അപ്പോൾ വൈറ്റ് ആണ് ചാൻസ് ഉള്ളത്. പിന്നെന്ന് പറയുന്നത് ബോക്സ് ബി ഇസ് നോട്ട് അഡ്ജസൻറ്റ് ടു ഡി. ബോക്സ് ബി ഒരിക്കലും എന്തെയില്ല, ഇവിടെ വരില്ല, ഡിയുടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരിക്കലും എന്തെയില്ല, ബോക്സ് ബി വരില്ല. അപ്പോൾ എന്തായാലും ഗ്രേ ബോക്സ് ആരായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, സോ ദ ബോക്സ് ഓൺ ദ ഫിഫ്ത്ത് പൊസിഷനിലുള്ള ബോക്സ് ഒരിക്കലും ഗ്രീൻ കളർ അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കി ആരാണുള്ളത്? ഗ്രേ പോയി, ഗ്രീൻ പോയി, ബ്ലാക്ക് പോയി. പിന്നെ ആരാണുള്ളത്? ബ്ലൂ ആണുള്ളത്. സോ ഇതാരാണ്? ബ്ലൂ കളറാണ്. ഏതായിരിക്കും? ലെറ്റർ എഫ് അല്ലേ? സോ എ ബി സി ഡി ഇ എഫ്. സോ എ ബ്ലാക്ക്, എഫ് ബ്ലൂ, ഡി റെഡ്, സി വൈറ്റ്, ഇ ഗ്രീൻ, ഗ്രേ, ബി gray. Okay, so which box is green in color? Yes, E. Which box is green in color? Green color ആരാണ്? E ആണ്. ബോക്സ് E is neither white nor blue in color. Yes, E ആണ്. പക്ഷേ ഓപ്ഷനിലില്ല. അപ്പം none of the above ആണ്. So next question, which of the following combination is correct ആണ്? E green correct ആണ്. പിന്നെ F blue yes correct ആണ്. ബി ഗ്രേ കറക്റ്റ് ആണ്. ഡി റെഡും കറക്റ്റ് ആണ്. സോ വാട്ട് ഇസ് ആൻസർ? ഓൾ ഓഫ് ദ എബവ് ആണ്. ഓൾ ഓഫ് ദി എബവ് ഇസ് ദി ആൻസർ. സോ നെക്സ്റ്റ് വൺ, ദ ബ്ലൂ ബോക്സ് ഇസ് കെപ്റ്റ് അറ്റ് ദ വിച്ച് പൊസിഷൻ എന്നാണ് ചോദിച്ചത്. ബ്ലൂ ബോക്സ് ഏത് പൊസിഷനാണ്? ബ്ലൂ ബോക്സ് ഫിഫ്ത്ത് പൊസിഷനാണ്. ഏത് പൊസിഷനാണ്? ഫിഫ്ത്ത് പൊസിഷൻ. How many boxes are between D and green box? D and green box. D ഇവിടെയാണ്. D ഇവിടെയാണ്. അതേപോലെ ഗ്രീൻ ബോക്സ് ഇവിടെയാണ്. അപ്പോൾ എത്ര? how many boxes? Only one box. അല്ലേ? So D and green box in between only one box.
സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കെപ്റ്റ് അറ്റ് തേർഡ് പൊസിഷൻ? തേർഡ് പൊസിഷനിൽ ആരാണ്? തേർഡ് പൊസിഷനിൽ സി ആണ്. സി വൈറ്റ്. Green box, F, B, blue box, none of the above. None of the above is the answer. None of the above is the answer. Which of the following is kept at the third position? Third position C ആണ്. Okay. So next one, coding, decoding ആണ്. ഇത് ഭയങ്കര സിമ്പിളാണ് അല്ലേ, നമുക്ക് ഒട്ടും പെന്നെ യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഇസ് ബ്യൂട്ടി കോഡഡ് ഇൻ ദി ഗിവൺ ലാംഗ്വേജ്? ബ്യൂട്ടി. അപ്പോൾ ബ്യൂട്ടി ഇവിടെ എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ബ്യൂട്ടി ഉണ്ട്, പിന്നെ ഇവിടെ ബ്യൂട്ടി ഉണ്ട്, പിന്നെ എവിടെ ഇല്ല. അപ്പോൾ ഇവിടെ രണ്ടും മാത്രമുള്ള ഏത് കോഡാണ് നോക്കുക. എസ് ഇവിടെ ഉണ്ട്, അതേപോലെ എയും ഇവിടെ ഉണ്ട് അല്ലേ. പക്ഷേ എസും എയും വേറെ എവിടെയെങ്കിലും കൂടി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തല്ല, ബ്യൂട്ടി അല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. ഏതായിരിക്കും അത്? ഡൗൺ, വിങ്സ്, ഇന്നർ ബ്യൂട്ടി, ഡിസ്റ്റർബ് ബ്യൂട്ടി, വോൾ, ഡൗൺ. അപ്പോൾ ഡൗണും ബ്യൂട്ടിയും രണ്ടും കോമൺ ആയിട്ട് വരുന്നല്ലേ. അപ്പോൾ നോക്ക്, ഇതിനകത്ത് എ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ എന്തായല്ല, ഒരിക്കലും അത് ബ്യൂട്ടി അല്ല, അത് ഡൗൺ ആവാനാണ് ചാൻസ്. കണ്ടോ, ഡൗൺ ആണ്, ചാൻസ് അല്ല, ഡൗൺ ആണ്. അത് കണ്ടോ, ഡൗൺ ആണ് മൂന്നെണ്ണത്തിലും ഇങ്ങനെ കോമൺ ആയിട്ടുള്ളത്. പക്ഷെ ബ്യൂട്ടി ഇവിടെയും മാത്രമാണുള്ളത് ബ്യൂട്ടി. അപ്പോൾ അത് ഏതാണ്? എസ് ആണ് ആൻസർ, ബ്യൂട്ടി. സോ വാട്ട് ഇസ് ആൻസർ? എസ്. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോഡ് ഫോർ വിങ്സ്? വിങ്സിൻ്റെ കോഡ് ഏതാണ്? വിങ്സ് എവിടെയൊക്കെ ഉള്ളത്? ഇവിടെ മാത്രമാണ് വിങ്സ് ഉള്ളത് അല്ലേ, വേറെ എവിടെയും വിങ്സ് ഇല്ല. അങ്ങനെ ഇവിടെ മാത്രം ഉള്ളത് ഏതാ നോക്കിയാൽ മതി. എസ് അല്ല എന്ന് മനസ്സിലായി, കാരണം ഇവിടെ ഉണ്ടല്ലോ എസ്. അപ്പോൾ എസ് അല്ല. എയും അല്ല, എയും ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ XY ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. XY ഇല്ല. അതേപോലെ DFും എവിടെ ഇല്ലാത്തൊരു ടേം ആണ്, DFും XYയും. അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണമാണ് ആവാൻ ചാൻസ്. ഇനി നോക്കൂ, ഡൗൺ, വിങ്സ്, ഇന്നർ ബ്യൂട്ടി ആണ്. സോ ബ്യൂട്ടി ഡൗൺ, പിന്നെ അത് ഇന്നർ, പിന്നെ വിങ്സും ആണ്. അപ്പോൾ ഇന്നറും വിങ്സും ഇതിൽ ഏതോ ഒരെണ്ണം ആണ് അല്ലേ. അപ്പം നമുക്ക് ഐദർ XY ഓ DF നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കോഡ് സ്ക്വയർ വോൾ? സ്ക്വയർ വോൾ എങ്ങനെ നമ്മൾ കോഡ് ചെയ്യാൻ പറ്റും? സ്ക്വയർ ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ സ്ക്വയർ വോൾ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, അതേപോലെ ഇവിടെ വോൾ ഉണ്ട്, വോൾ. ഓക്കെ. അപ്പം ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് DL ഉണ്ട്, GL ഉണ്ട്, അതേപോലെ തന്നെ AP ഉണ്ട്. ഓക്കെ. സോ ഒന്നെങ്കിൽ നമ്മൾക്ക് DL പറയാം, അല്ലെങ്കിൽ AP പറയാം. എന്തിൽ? സ്ക്വയറിന് നമുക്ക് അങ്ങനെ പറയാം. പിന്നെ ഇവിടെ രണ്ടും നോക്കുകയാണെങ്കിൽ വോളിൽ കോമൺ ആയിട്ട് വരുന്നത് TA കോമൺ ആയിട്ട് വരുന്നുണ്ട്, UV. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു കേസിൽ. കാരണം നോക്ക്, സ്ക്വയർ ഡിസ്റ്റർബ് ഓൺ സൈഡ്. അപ്പോൾ ഇതിനകത്ത് സ്ക്വയറിൻ്റെ കോഡ് ഏതാണ്? ഈ രണ്ടെണ്ണത്തിൽ നോക്കുമ്പം DL വേറെ എവിടെ ഇല്ല, അതേപോലെ TA ഉണ്ടോ? TA വേറെ എവിടെ ഇല്ല. DLും കോമൺ ആണ്, APയും കോമൺ ആണ്. പക്ഷേ ഈ രണ്ടെണ്ണം എന്തില്ല, വേറെ എവിടെയും ഇല്ല അല്ലേ. DLും വേറെ എവിടെയും ഇല്ല, APയും വേറെ എവിടെയും ഇല്ല. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്വയർ വോൾ എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ അതേപോലെ വോൾ ആണെങ്കിലും DL, AP, TA, UV. പിന്നെ വരുന്നത് TA, SS, UV, EA ആണ്. SS അല്ല എന്നറിയാം, EAയും അല്ല, UVയും അല്ല, ഇത് മൂന്നും അല്ല. അപ്പോൾ TA ആരാണ്? വോളാണ് അല്ലേ. അപ്പോൾ TA ആരാണ്? വോളാണെന്ന് കിട്ടി. കണ്ടോ, ഇവിടെ TA, പിന്നെ TA വോളല്ല, ബിക്കോസ് എന്താണ്, ഇവിടെയും വരുന്നുണ്ട് TA. സ്ക്വയർ ഡിസ്റ്റർബ് ഓൺ ഡൗൺ ഇവിടെയും വരുന്നുണ്ട്, അതേപോലെ ഇവിടെയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും കറക്റ്റ് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ ഇത്? കാരണം എന്താ പറയുക, സ്ക്വയർ ഇപ്പോൾ ഈ ഫസ്റ്റത്തെ രണ്ട് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളത്? സ്ക്വയറും ഉണ്ട്, ഡിസ്റ്റർബും ഉണ്ട് അല്ലേ. സ്ക്വയറും ഡിസ്റ്റർബും ഉണ്ട്, അതായത് നമ്മൾക്ക് DLും പറയാം, APയും പറയാം. അതേപോലെ ഇനി സ്ക്വയർ വോൾ ഓൺ ഡിസ്റ്റർബും ഡിസ്റ്റർബ് ബ്യൂട്ടി വോൾ ഡൗൺ ആണെങ്കിൽ സ്ക്വയർ ഓക്കെ, അത് രണ്ടും ആണെങ്കിൽ പിന്നെയും എന്ത് വരുന്നുണ്ട്, സ്ക്വയർ വോൾ ഓൺ ഡിസ്റ്റർബും ഡിസ്റ്റർബ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്യൂട്ടി വോൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോഡ് ഫോർ ഡിസ്റ്റർബ്? ഡിസ്റ്റർബിൻ്റെ കോഡ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്റ്റർബിൻ്റെ കോഡ് എന്താണ്? ഇവിടെ ഡിസ്റ്റർബ് വരുന്നുണ്ട്, ഇവിടെ ഡിസ്റ്റർബ് വരുന്നുണ്ട്, ഇവിടെ ഡിസ്റ്റർബ് വരുന്നുണ്ട്, പിന്നെ ഇവിടെയും ഡിസ്റ്റർബ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ മൂന്നെണ്ണത്തിലും വേറെ എന്തെങ്കിലും കൂടി വരുന്നുണ്ടോ നോക്കുക. സ്ക്വയർ വരുന്നുണ്ടോ സെയിം മൂന്നെണ്ണത്തിൽ? ഇല്ല. പിന്നെ ഓൺ വരുന്നുണ്ടോ മൂന്നെണ്ണത്തിൽ? ഇല്ല. രണ്ടെണ്ണത്തിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഡൗൺ വരുന്നുണ്ടോ? മൂന്നെണ്ണത്തിലും ഡൗൺ വരുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ മൂന്നെണ്ണത്തിലും വരുന്ന ഏതാണ്? ഡി എൽ ആണോ? ഡി എൽ രണ്ടെണ്ണത്തിൽ മാത്രമേ വരുന്നുള്ളൂ, ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ടി എ മൂന്നെണ്ണത്തിലും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടി എ ആണ് ഡിസ്റ്റർബ് എന്ന്. എ പി ആണെങ്കിലും ഇവിടെ രണ്ടെണ്ണത്തിൽ മാത്രമേ വരുന്നുള്ളൂ. സോ ടി എ ഇസ് ദി ആൻസർ, നൺ ഓഫ് ദി അബവ്. ഓക്കെ, ടി എ ആണ് വരിക. പിന്നെ ഇ എ ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്, ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ വരുന്നില്ല. സോ ടി എ ആണ് ആൻസർ ഡിസ്റ്റർബിൻ്റെ. ഓക്കെ, സോ വാട്ട് ഇസ് ദ കോഡ് ഇ എ റെപ്രസെൻറ്റ്? ഇ എ റെപ്രസെൻറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഇ എ വരുന്നുണ്ട്, ഇവിടെ ഇ എ വരുന്നുണ്ട്, ഇവിടെ ഇ എ വരുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ഡിസ്റ്റർബ് ഓൺ ഡൗൺ വിങ്സ്. അപ്പോൾ ഡൗൺ ഡിസ്റ്റർബ് ബ്യൂട്ടി വാൾ ഡൗൺ. മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന എന്താണ്? ഇ എ ആണ്. ഡൗണും ഇ എ ആണ്. പിന്നെ അല്ലാതെ വേറൊന്നും വരുന്നില്ലല്ലോ, ഡിസ്റ്റർബ് വരുന്നില്ല, സ്ക്വയർ ഇല്ല, മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നില്ല അല്ലേ. സോ ഡൗൺ ഇസ് ദി ആൻസർ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ വീഡിയോ ഇടാം. ഓക്കെ, നാളെ രാവിലെ ഞാൻ വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വേണമെന്നുള്ളവർ, അതായത് നമ്മൾക്ക് RRB PO അല്ലെങ്കിൽ RRB ക്ലർക്കിൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് പോലെ എന്താണ് ടൈമർ യൂസ് ചെയ്തിട്ട് ഒരു 40 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് വേണമെന്നുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ വേണമെന്നുള്ളവർ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മാക്സിമം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് RRB PO അതേപോലെ RRB ഓഫീസ് അസിസ്റ്റൻറ്റിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ SBI എഴുതി കഴിഞ്ഞു അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.